പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും തിരുവോണാശംസകൾ. ഇന്ന് നിങ്ങളെ കാണാൻ ഞാൻ വന്നിരിക്കുന്നത് സവിശേഷമായൊരു വാർത്തയുമായിട്ടാണ്. വാർത്ത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൈകാര്യം ചെയ്യുന്ന വാർത്തയല്ല, ഇത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായ ഒരു അസ്ട്രോളജറാണ് ആസ്ട്രോ ശർമ്മിഷ്ഠ. ആസ്ട്രോ ശർമ്മിഷ്ഠയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ്. മദ്രാസ് IITയിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായതിനു ശേഷം വേദ ജ്യോതിഷത്തിൽ ഗവേഷണം നടത്തി. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായ ജ്യോതിഷികളിൽ ഒരാളാണ് ആസ്ട്രോ ശർമ്മിഷ്ഠ എന്ന പേരിൽ അറിയപ്പെടുന്ന ശർമ്മിഷ്ഠ ലാസ്. അവർ ഒരുപാട് സെലിബ്രിറ്റികളുടെ, സിനിമാ താരങ്ങളുടെയൊക്കെ പ്രവചനം നടത്തിയിട്ടുണ്ട്. അവരുടെ ജ്യോതിഷ കാര്യത്തിലെ അഡ്വൈസറാണ്. അതുകൂടാതെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ എല്ലാ TV ചാനലുകളിലും ഇവരുടെ ഷോകൾ വന്നിട്ടുണ്ട്. സെലിബ്രിറ്റികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ജ്യോതിഷിയാണ് ആസ്ട്രോ ശർമ്മിഷ്ഠ. ആസ്ട്രോ ശർമ്മിഷ്ഠ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വളരെ നിർണായകമായ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് ആ പ്രവചനങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാധ്യമങ്ങളിൽ അത് കാര്യമായിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ തന്നെ മാധ്യമങ്ങൾ കൊടുക്കത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ തിരുവോണ നാളിൽ ആസ്ട്രോ ശർമ്മിഷ്ഠ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ജ്യോതിഷ പ്രവചനങ്ങൾ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി, രാജ്യത്തിൻ്റെ സുരക്ഷ, നമ്മുടെ രാജ്യത്തെ ഇനി നയിക്കാൻ പോകുന്നത് ആരാണ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാവി, ഇതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ശർമ്മിഷ്ഠ പറഞ്ഞിട്ടുണ്ട്. ശർമ്മിഷ്ഠ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് വരവണ്ണം വ്യത്യാസമില്ലാതെ നടന്നിട്ടുണ്ട് എന്നാണ് അനുഭവ സാക്ഷ്യങ്ങൾ. ഏതായാലും നമുക്ക് ശർമ്മിഷ്ഠയുടെ പ്രവചനങ്ങളിലേക്ക് പോകാം. അപ്പോൾ ശർമ്മിഷ്ഠ പറയുന്നത്, ജൂപ്പിറ്റർ, വ്യാഴം കർക്കിടക രാശിയിലേക്ക് പ്രവേശിച്ച കാലമാണിത്. അതുകൊണ്ട് ഇന്ത്യയിൽ ആന്തരിക ഭീഷണികൾ വർദ്ധിക്കും. അത്ര സുഖമുള്ള കാര്യമല്ല അല്ലേ? നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സംഘർഷഭരിതമായ അവസ്ഥ കൂടുതൽ കലുഷമാകും. പ്രത്യേകിച്ച് CJPയുടെ പേരിലൊക്കെ നടന്ന സംഘർഷങ്ങൾ, കർഷകർ സമരത്തിന് ഒരുങ്ങുന്നു. ഒരു കാരണവുമില്ല, നരേന്ദ്രമോദിയെ അട്ടിമറിക്കുക എന്നതാണ് കേവല ലക്ഷ്യം. പക്ഷേ അത്തരം സംഘർഷങ്ങൾ ഇനി കൂടാൻ പോവുകയാണ്. 2002 ഏതാണ്ട് ഇതേ അവസ്ഥ അമേരിക്കയ്ക്ക് വന്നു. ജൂപ്പിറ്റർ ക്യാൻസർ രാശിയിൽ, അതായത് കർക്കിടക രാശിയിൽ പ്രവേശിച്ചപ്പോൾ അമേരിക്കയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയാണ് അമേരിക്കയിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ പക്ഷേ അതേ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ ഹോംലാൻഡ് സെക്യൂരിറ്റി അമേരിക്കയിൽ ഉണ്ടായതുപോലെ ചില കാര്യങ്ങൾ, ചില പ്രത്യേക നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാം എന്ന് പറയുന്നു. അതായത് ജൂപ്പിറ്ററും കേതുവും, അതായത് കർക്കിടകം രാശിയിൽ വ്യാഴവും കേതുവും കർക്കിടകം രാശിയിൽ തുടരുന്നത് കൊണ്ട് അരാജകത്വം തുടരും. അത് കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലെ ചില റിഫൈനറികൾക്ക് തീപിടുത്തം പോലെയുള്ള അട്ടിമറികൾ വരെ ഉണ്ടാവാം. രാജ്യത്ത് വല്ലാത്ത കുഴപ്പങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത്. സർക്കാർ ഒന്ന് ഉലയും, പക്ഷേ സർക്കാർ വീഴില്ല. കാരണം ഇത് എന്ന് വരെ തുടരും എന്നവർ പറയുന്നുണ്ട്. അതായത് ചൈത്ര നവരാത്രി വരെ ഇത് തുടരും. ചൈത്ര നവരാത്രി എന്ന് പറയുന്നത് 2027 ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 15 വരെയുള്ള 9 ദിവസങ്ങളാണ്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 9 ദിവസങ്ങൾ. ഹിന്ദു കലണ്ടർ പ്രകാരമുള്ള ഉഗാദി, പുതിയ വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 7-നാണ്. അതായത് 2027 ഏപ്രിൽ 7 വരെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി ഒട്ടും ശുഭകരമല്ല. രാജ്യത്ത് വല്ലാത്ത കലാപകലുഷിതമായ സാഹചര്യങ്ങളുണ്ടാവും. സർക്കാരിനെ ഉലയ്ക്കുന്നത് വരെയുള്ള സംഭവങ്ങളുണ്ടാകും, അട്ടിമറികളുണ്ടാകാം എന്ന് പറയുന്നു. അരാജകത്വം. അതുകൂടാതെ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇതിനൊക്കെ നിർണായക പങ്കു വഹിക്കാൻ പോകുന്ന ഒരു കൂട്ടം CJP എന്ന് പറയുന്ന ഈ ആൾക്കൂട്ടമാണ്. അവരുടെ പിന്നിൽ ചില പ്രത്യേക ലക്ഷ്യമുള്ള ആളുകൾ കൂടിയിട്ടുണ്ട്. അതൊരു അരാജക കൂട്ടമാണ്. അവർ ഒരു യഥാർത്ഥ ഇഷ്യൂ, അതായത് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ ജെനുവിൻ ഇഷ്യൂ ആയിട്ടാണ് വന്നതെങ്കിൽ പോലും അവരുടേത് ഒരു ഡ്രാമയാണ്. മറ്റ് ചിലർ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് അഭിനയിക്കുന്ന ഒരു നാടകമാണ് CJP നടത്തുന്നത് എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചൈത്ര നവരാത്രി കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിയും. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പും FCRA നിയമവുമാണ് യഥാർത്ഥത്തിൽ ഈ CJPയുടെ പേരിലുള്ള അരാജകത്വം അഴിച്ചുവിടാനുള്ള കാരണമെന്ന്
ശർമ്മിഷ്ഠ പറയുന്നുണ്ട്, ആസ്ട്രോ ശർമ്മിഷ്ഠ പറയുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നു. ഈ FCRA ബില്ല് വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കി ഘോഷിച്ച് കൊണ്ടുവന്നിട്ട് പാസ്സാക്കാതെ പോയല്ലോ, അത് പാസ്സാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉറപ്പായും അത് പാസ്സാകും. മിക്കവാറും അടുത്ത മൺസൂൺ സമ്മേളനത്തിലായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഡിസംബറിലെ സമ്മേളനത്തിൽ ഒന്നും വരാനൊരു സാധ്യതയില്ല. അടുത്ത മൺസൂൺ സമ്മേളനത്തിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ആയിരിക്കാം FCRA ബില്ല് പാസ്സാകാൻ പോകുന്നത്. രാഷ്ട്രീയമായി ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് FCRAയേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മാർച്ച് 31 സെൻസസ് പൂർത്തിയാകുമ്പോൾ ഡീലിമിറ്റേഷൻ, ഇന്ത്യയിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ പുനർനിർണയം, സീറ്റുകളുടെ എണ്ണം കൂട്ടലടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി പരമാവധി പ്രതിപക്ഷ കക്ഷികളുടെ DMKയുടെ ഉൾപ്പെടെയുള്ള പിന്തുണ ആർജിക്കേണ്ടതുണ്ട്. അപ്പോൾ DMK ഒക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്ന FCRA ബില്ലിൽ തുടരുത് എന്നാണെന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. വിൽസൺ എന്ന് പറയുന്ന അവരുടെ തമിഴ്നാട് MPയെ മുൻനിർത്തിയിട്ടാണ് DMK ഈ നീക്കം നടത്തുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അത് ശരിയായി വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും മറ്റൊന്നുകൂടി ഇവർ പറയുന്നുണ്ട്. ഈ അരാജകത്വം എന്ന് പറയുന്നതിന് ഒരു കാരണം ജനറൽ കാറ്റഗറി, അതായത് സംവരണത്തിൻ്റെ വിഷയമാണ്. സംവരണ വിഷയത്തിൽ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അതൃപ്തി ഉണ്ടാവാം. ഇപ്പോൾ തന്നെ സംവരണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പൊന്തി വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി അതിനിടയ്ക്ക് സംവരണ വിഷയം വടക്കേ ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ ആളിക്കത്തുന്നതിൻ്റെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതായത് പൊതുമേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലും സംവരണം കൊണ്ടുവരണം എന്നുള്ള ഒരാവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. അതൊരിക്കലും നടക്കാത്തതാണ്, അപ്രായോഗികമാണ്. സ്വകാര്യ സംരംഭകരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള മൗലികമായ ചില പ്രശ്നങ്ങളുണ്ട്. ഏതായാലും സംഘർഷം മൂർച്ഛിപ്പിക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യമായതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. റിസർവേഷൻ റിഫോം ആന്തോളൻ RHA എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് അതിശക്തമായി രംഗത്ത് വരും. സർക്കാർ സംവരണം റദ്ദാക്കാനുള്ള നീക്കമൊന്നും നടത്തൂല. ഒരു മധ്യമാർഗമായിരിക്കും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക. പക്ഷേ UP ഇലക്ഷനിൽ 70ഓളം സീറ്റുകളിൽ ഈ സംവരണ വിഷയം ബാധകമാകും എന്ന് ആസ്ട്രോ ശർമ്മിഷ്ഠ പറയുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അവർ പറയുന്നു UP ഇലക്ഷനിൽ പ്രതിപക്ഷം അതിശക്തമായ മത്സരം കാഴ്ചവെക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ തുടരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ആസ്ട്രോ ശർമ്മിഷ്ഠ നടത്തിയിരിക്കുന്നത്. മത്സരം കടുക്കും, പക്ഷേ BJP സർക്കാർ, യോഗിയുടെ സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തും. അതായത് എത്ര പേരെ പരാജയപ്പെടുത്തി എന്നതല്ല, എത്ര മാർക്ക് കിട്ടി എന്നതാണ് ഒരു പരീക്ഷയിൽ പ്രധാനം എന്ന് പറയുന്നത് പോലെ എത്ര സീറ്റുകൾ കിട്ടി എന്നതല്ല, വിജയിക്കുക എന്നതാണ് പ്രധാനം എന്ന് ആസ്ട്രോ ശർമ്മിഷ്ഠ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വ്യക്തമാകുന്നത് വലിയ ഭൂരിപക്ഷമൊന്നുമില്ലെങ്കിലും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെ ഉത്തർപ്രദേശിൽ 3ാം വട്ടവും യോഗിയുടെ സർക്കാർ വരുമെന്നാണ് ആസ്ട്രോ ശർമ്മിഷ്ഠയുടെ പ്രവചനം. മത്സരപരീക്ഷയിൽ 1ാമത് എത്തിയാൽ മതിയല്ലോ എന്ന് അവരുടെ പ്രവചനത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മളിപ്പോൾ പറയുന്നുണ്ട്, പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ സംഘർഷം. പാകിസ്ഥാനിലേക്ക് തുർക്കിയുടെയും ചൈനയുടെയൊക്കെ വിമാനങ്ങൾ നിരന്തരം വരുന്നു. തുർക്കിയുടെ വിമാനങ്ങൾ ഡസൻ കണക്കിന്, അതും കാർഗോ വിമാനങ്ങൾ, ചരക്ക് വിമാനങ്ങൾ ഡസൻ കണക്കിന് പാകിസ്ഥാനിൽ വന്നിറങ്ങുന്നുണ്ട്. ആയുധങ്ങൾ കൊടുക്കുന്നതാണ്, ഡ്രോണുകൾ കൊടുക്കുന്നതാണെന്നുള്ള വ്യാഖ്യാനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനി ഒരു യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ശർമ്മിഷ്ഠ പറയുന്നു, യുദ്ധത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2027 അടുത്ത വർഷം അവസാനമോ 2028 പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാക് അധിനിവേശ കാശ്മീരിൽ വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുന്നു. അതുകൂടാതെ റഷ്യ പറഞ്ഞിരിക്കുന്നു, റഷ്യയിൽ നിന്ന് ഒരു റെയിൽ പാത ഇന്ത്യയിലേക്ക് ആരംഭിക്കണം, ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ട്, എണ്ണ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് അഫ്ഗാനിസ്ഥാൻ വഴി ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ വഴി കടന്നു പോകുന്ന തരത്തിലാവണം, അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ വഴി കടന്നു പോകുന്ന തരത്തിലാവണം എന്ന് പറഞ്ഞിരിക്കുന്നു. റഷ്യയുടെ താല്പര്യമാണ്. എന്നും മാത്രമല്ല, അതിനുവേണ്ടി എന്തു നടപടി എടുക്കാനും തയ്യാറാണ്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ POKയിലാണ്, പാക് അധിനിവേശ കാശ്മീരിലാണ്. അതിലെ ഇന്ത്യയിലേക്ക് വരാൻ റഷ്യയ്ക്ക് പാത ഉണ്ടാക്കണമെങ്കിൽ POK നമ്മുടെ കയ്യിലാവണം. അതിനുവേണ്ടി എന്ത് മാർഗം സ്വീകരിക്കാനും തയ്യാറാകും എന്ന് റഷ്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രവചനം ശരിയാകാം എന്ന് തന്നെ നമുക്ക് കരുതാം. ശർമ്മിഷ്ഠ പറയുന്നുണ്ട്, ഇത് 2027 അവസാനമോ 2028 നടന്നില്ലെങ്കിൽ പിന്നെ അത്
2030-നും 32-നും ഇടയ്ക്ക് മാത്രമേ നടക്കൂ. പക്ഷേ അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രവചനം അവർ പറയുന്നത് ഇന്ത്യയുടെ ഭൂപടം മാറാൻ പോവുകയാണ്. അപ്പോൾ ചിലരൊക്കെ പറയും, ചൈന ഇന്ത്യയുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇന്ത്യയുടെ ഭൂപടം മാറും. ചൈന അല്ലെങ്കിലും ഇപ്പോഴും ഭൂപടം മാറ്റി വരയ്ക്കാറുണ്ട്. അതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ശർമ്മിഷ്ഠ പറയുന്നു, ജൻസി കലാപത്തിലൂടെ അധികാരത്തിൽ വന്നതാണ് ബലേൻ ഷാ സർക്കാർ നേപ്പാളിൽ. ബലേൻ ഷാ സർക്കാർ ഇപ്പോൾ വല്ലാത്ത ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ വീഴുന്ന സ്ഥിതിയിൽ വന്നിരിക്കുന്നു. മാത്രമല്ല നേപ്പാളിൽ രാജഭരണം പുനഃസ്ഥാപിച്ച് ഹിന്ദുരാഷ്ട്രം പുനഃസ്ഥാപിക്കണമെന്നുള്ള തോതിലുള്ള വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പറയുന്നത് നേപ്പാളിലെ അതിപ്രശസ്തമായ പശുപതിനാഥ ക്ഷേത്രം ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നേപ്പാളിൻ്റെ കുറേ ഭാഗം ഇന്ത്യയുടെ കൂടെ വരും. അപ്പോൾ POK ഇന്ത്യയുടെ ഭാഗമാകും, നേപ്പാളിൻ്റെ കുറച്ച് ഭാഗം ഇന്ത്യയുടെ ഭാഗമായി മാറും എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റി മറിക്കപ്പെടും എന്നാണ് ഇവർ പറയുന്നത്. ഇനി അത്ര സുഖകരമല്ലാത്തൊരു വാർത്ത കൂടെ പറയാം. 2026 വരെയൊന്നും പോവണ്ട. ഏറ്റവും അടുത്ത കാലത്ത് സ്വർണത്തിൻ്റെ വില ഗ്രാമിന് 16,000 രൂപയിൽ കൂടും എന്നും ആസ്ട്രോ ശർമ്മിഷ്ഠ പറയുന്നുണ്ട്. ഇനി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചനം, അതായത് ഈ ജൂപ്പിറ്റർ ഈ കർക്കിടകം രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് രാജ്യത്ത് വനിതാ നേതാക്കന്മാർ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം പറയുന്നു. പ്രിയങ്ക ഗാന്ധി കുറേ കൂടി സജീവമായി രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോവുകയാണ്. രാഹുലിൻ്റെ അവസ്ഥ മോശമാണ്. പ്രിയങ്കയുടെ കുണ്ടലിയിൽ കൂടുതൽ ജീവോർജം കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയങ്ക ഉയർന്നു വരാനും രാഹുൽ ഡൗൺ ആവാനുമുള്ള സാധ്യത കാണുന്നു. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇന്ത്യ വിട്ടു പോയേക്കാം. രാഹുൽ ഗാന്ധിക്കും കെജ്രിവാളിനും രാഷ്ട്രീയമായി ഇനി ഭാവിയില്ല. LOP നമ്മുടെ കുമാർ ചെല്ലപ്പൻ സാർ പറഞ്ഞ പോലെ ലവർ ഓഫ് പട്ടായ അല്ല, ലീഡർ ഓഫ് ഒപ്പോസിഷൻ. ഇതാണ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ബഹുമതി. അതിനപ്പുറത്തൊന്നും രാഹുൽ ഗാന്ധിക്ക് കിട്ടാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ അസ്തമയം ഒപ്പം കെജ്രിവാളിൻ്റെ അവസാനം, ഇത് രണ്ടും കാണാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇനി നയിക്കാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. പക്ഷേ പ്രിയങ്ക ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് മറുപടി. പക്ഷേ പ്രിയങ്ക മുഖ്യമന്ത്രിയാവും. നമ്മൾ മുമ്പൊക്കെ പറയാറുണ്ട് കേരളത്തിൽ വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുമെന്ന് എന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. പക്ഷേ ആസ്ട്രോ ശർമ്മിഷ്ഠ പറയുന്നു അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രിയങ്ക ഗാന്ധി മാറും. ഏത് സംസ്ഥാനമായിരിക്കും എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല. ഉത്തർപ്രദേശ് ആകാൻ ഒരു സാധ്യതയില്ല, കോൺഗ്രസ് ഇല്ല. ഗുജറാത്തിൽ ഒരു രക്ഷയില്ല. പിന്നെ ഏത് സംസ്ഥാനം? കർണാടകയിൽ അടുത്ത പ്രാവശ്യം ഇലക്ഷൻ നടന്നാൽ BJP ജയിക്കും. പിന്നെ ആകെ മാത്രമുള്ളത് കേരളമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രിയങ്ക ഗാന്ധി വരുമോ? അറിയില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രിയങ്കയും രാഹുലും സോണിയയും കൂടി വയനാട്ടിലൊരു സന്ദർശനം നടത്തിയിരുന്നു. വയനാട് ബിഷപ്പിനെ കണ്ടിട്ട് അവരവിടെ നോക്കിയത് 15 ഏക്കർ സ്ഥലം അവിടെ കിട്ടുമെന്നാണ്. 15 ഏക്കർ സ്ഥലം എവിടെ കിട്ടുമെന്ന് ബിഷപ്പിൻ്റെ സഹായത്തോടു കൂടി അവിടെ ഒരു അന്വേഷണമൊക്കെ നടത്തിയത് വാങ്ങാനുള്ള ശ്രമമാണ്. അങ്ങനെ പ്രിയങ്ക ഗാന്ധി കൂടും കുടുക്കയെടുത്ത് വയനാട്ടിലേക്ക് താമസം മാറിയാൽ ചിലപ്പോൾ കേരളത്തിലെ വോട്ടറായി മാറാം. കേരളത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് വയനാടിൻ്റെ MLA ആയി മത്സരിച്ച് ജയിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമായിരിക്കും. ഇതെൻ്റെ പ്രവചനമാണ്, ആസ്ട്രോ ശർമ്മിഷ്ഠയുടേതല്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം 2029 തെരഞ്ഞെടുപ്പാണ്. 2029 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി നയിക്കുമോ? വളരെ നിർണായകമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ആസ്ട്രോ ശർമ്മിഷ്ഠ യെസ് എന്നും നോ എന്നും ഉത്തരം പറയുന്നില്ല. അവർ പറയുന്നത് ആരോഗ്യം അനുവദിക്കുമെങ്കിൽ 2029 തെരഞ്ഞെടുപ്പിൽ മോദി മത്സരിക്കും. അതായത് അതിനകത്തൊരു വ്യാഖ്യാനിച്ചെടുക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ആരോഗ്യത്തിന് ഇപ്പോൾ 75 വയസ്സുണ്ട്. 2029 ആകുമ്പോൾ അത് 78 വയസ്സാവും. 78 വയസ്സിൽ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ കാണുന്ന മോദിക്ക് ഒരു ജലദോഷപ്പനി വന്നതുപോലും നമുക്കറിയില്ല. വളരെ ദൃഢഗാത്രനായ പ്രധാനമന്ത്രിയാണ് നമ്മുടെ അഭിവന്ദ്യനായ നരേന്ദ്രമോദി. അദ്ദേഹത്തിന് 2029 ആരോഗ്യം അനുവദിച്ചാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നൊരു സൂചന ഇതിനകത്തില്ലേ? അങ്ങനെ വന്നാൽ മോദി വീണ്ടും മത്സരിച്ചേക്കാം. പക്ഷേ പ്രധാനമന്ത്രിയാകാൻ അമിത്ഷായ്ക്ക് ഒരു യോഗമുണ്ട്. പക്ഷേ അത് കഷ്ടിച്ച് 1 വർഷം മാത്രമേ നീണ്ടു നിൽക്കൂ എന്നാണ് ശർമ്മിഷ്ഠ പറയുന്നത്. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരാൻ പോകുന്നത് യോഗി ആദിത്യനാഥാണ് എന്ന് ഇവർ പ്രവചിക്കുന്നു.
അതുമാത്രമല്ല യോഗി ആദിത്യനാഥിൻ്റെ ഭരണകാലത്ത് ഇന്ത്യ സമ്പൂർണ്ണമായ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറും. മോദിക്ക് ചെയ്യാൻ കഴിയാത്തത്, മോദി ചെയ്യാൻ ബാക്കി വെച്ചത് യോഗി പൂർത്തിയാക്കും എന്ന് പറയും. പക്ഷേ അവിടെ നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് യോഗി വരുന്നതിന് മുമ്പ് അമിത്ഷാ ഒരു ചെറിയ കാലയളവിൽ വന്നിട്ട് പോകും എന്ന് പറയുന്നത്? അതേക്കുറിച്ച് അവരൊന്നും പറയുന്നില്ല. പക്ഷേ അമിത്ഷാ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കാലയളവ് വളരെ കുറവായിരിക്കും. 2029 ഇതിനെയൊക്കെ ഒരു ആധാരമായൊരു കാര്യമുണ്ട്. 2029 മോദി മത്സരിക്കാതിരിക്കണം. മോദി മത്സരിക്കാതിരിക്കണമെങ്കിൽ മോദിയുടെ ആരോഗ്യസ്ഥിതി മോശമാവണം. എങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ മോദി മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ചിത്രം മാറിയേക്കാം. ഇതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 2029 BJP അധികാരത്തിൽ വരുമോ? തീർച്ചയായും 2029 മാത്രമല്ല ഇനിയുള്ള കാലം അത്രയും BJPക്കാണ് ഇന്ത്യയുടെ ഭരണസാരഥ്യം വഹിക്കാൻ സാധ്യത കാണുന്നത് എന്നും ആസ്ട്രോ ശർമ്മിഷ്ഠ പ്രവചിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ശർമ്മിഷ്ഠ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ. തിരുവോണ ദിവസം നിങ്ങളുമായി ഇത് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത് കേട്ടിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഈ പ്രവചനം ആസ്ട്രോ ശർമ്മിഷ്ഠയുടെ പ്രവചനമായതുകൊണ്ടാണ് ഹിന്ദിയിൽ നടന്ന ഈ പ്രവചനം ഞാൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി നിങ്ങളോട് പറയുന്നത്. കേരളത്തിലും ഇതുപോലെ പ്രവചനങ്ങൾ നടത്താൻ പറ്റുന്ന ഒരുപാട് ജ്യോതിഷികളുണ്ട്, നമുക്കറിയാം. വലിയ വിദഗ്ധരായിട്ടുള്ള പാണ്ഡിത്യമുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ആസ്ട്രോ ശർമ്മിഷ്ഠയുടെ ഈ പ്രവചനം ഞാൻ മലയാളത്തിലാക്കി പറയുന്നു എന്ന് ചോദിച്ചാൽ, അവർ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും സിനിമാ രംഗത്തുമൊക്കെയുള്ള ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ജ്യോതിഷിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവചനങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സെലിബ്രിറ്റി വാല്യൂ ഉള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല അവർ വളരെ നിർഭയം പൊളിറ്റിക്കൽ ആസ്ട്രോളജി കൂടെ കൈകാര്യം ചെയ്യുന്ന ആളാണ് ആസ്ട്രോ ശർമ്മിഷ്ഠ. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി പറയൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ത്യ ലൈവ് നിങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു. തിരുവോണത്തിലും ഞങ്ങൾ ഷൂട്ട് ചെയ്യുകയാണ്. നിങ്ങളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാൻ ഞങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളൊരു സമ്മാനം തരണം. ആ സമ്മാനം എന്ന് പറയുന്നത് ഓണസമ്മാനമായിട്ട് തരേണ്ടത് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് തന്നെ അത് ചെയ്യണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.